നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ കാവ്യ സുരേഷ്. CPM-ന്റെ 45 വർഷത്തെ അധികാര കുത്തക തകർന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കി. അധികാരത്തിലേറിയ ഉടൻ തന്നെ വിവാദങ്ങളും തലപൊക്കി. ശാസ്തമംഗലം വാർഡ് കൗൺസിലറായ റിട്ടയർഡ് DGP ശ്രീലേഖയാണ് ഇതിന് തുടക്കം കുറിച്ചത്. വാർഡ് കൗൺസിലർ ഓഫീസായി കോർപ്പറേഷൻ തനിക്ക് അനുവദിച്ചിരിക്കുന്ന മുറിയിൽ പ്രവർത്തന സൗകര്യമില്ലെന്നായിരുന്നു ശ്രീലേഖ ഉന്നയിച്ച ആക്ഷേപം. അതൊട്ടാകെ ശരിയാണെന്ന് ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ മുറിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് അലമാരകളും ഷെൽഫുകളും ഫയലുകളും വാഷ്റൂമിൽ അട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അവിടെ എത്തിയ ഞങ്ങളുടെ ലേഖകനും ഇത് ബോധ്യമായ കാര്യമാണ്. MLA ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കൗൺസിലർ പരാതിപ്പെടുന്നു. MLA VK പ്രശാന്തിന്റെ മുന്നിൽ ശ്രീലേഖ തന്റെ പരാതി ഉന്നയിച്ചു. തികച്ചും സൗഹാർദ്ദപരമായാണ് താൻ ഈ പരാതി ഉന്നയിച്ചതെന്ന് ശ്രീലേഖ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് വ്യവസ്ഥാപിത മാർഗമല്ലെന്നും പ്രോട്ടോകോൾ ലംഘനമാണെന്നും തികച്ചും രാഷ്ട്രീയ പകപോക്കലാണെന്നുമാണ് MLA-യുടെ പക്ഷം. MLA-യുടെ നിലപാട് പുറത്തു വന്ന ഉടൻ തന്നെ CPM അതൊരു രാഷ്ട്രീയ വിഷയമായെടുത്തു. തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും സ്പീക്കറും CPM ജില്ലാ സെക്രട്ടറിയും കടകംപള്ളി സുരേന്ദ്രൻ MLA-യും VK പ്രശാന്തിന് പിന്തുണയുമായി രംഗത്തെത്തി. എന്നാൽ BJP നേതൃത്വം അതിനെ അതേ രീതിയിൽ നേരിട്ടില്ല. പകരം അവർ മറ്റൊന്നാണ് ചെയ്തത്. കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടകക്കാരെയും കരാറുകളെയും പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മേയർ VV രാജേഷ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിൽ വൻ ക്രമക്കേടുണ്ടെന്നാണ് മേയറുടെ നിഗമനം. ഇതേ തുടർന്ന് മറ്റു ചില രാഷ്ട്രീയ നേതാക്കളും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം പുറത്തു വന്നിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ MLA പറ്റിയാണ്. കഴിഞ്ഞ 10 വർഷമായി ഉള്ളൂരിലെ നഗരസഭാ കെട്ടിടം കടകംപള്ളി കയ്യേറിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വാടക വ്യവസ്ഥയിൽ താമസിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണ് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി കയ്യേറിയിരിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ പായിച്ചിറ നിവാസ് ആരോപിക്കുന്നു. അദ്ദേഹം ഇതിനെതിരെ പരാതിയും നൽകിയിരുന്നു. അധികാരം ദുഷിപ്പിക്കും, അധികാര കുത്തക അതിലേറെ ദുഷിപ്പിക്കുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് മറ്റു ചില അന്വേഷണങ്ങൾക്ക് കൂടി കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിലെ വഴിവിട്ട നടപടികളെ പറ്റി അന്വേഷിക്കാനാണ് പുതിയ നീക്കം. അന്ന് പ്രതിപക്ഷ കൗൺസിലറായിരുന്ന രാജേഷും നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളും ആരോപിച്ചിരുന്ന പല കാര്യങ്ങളെ പറ്റിയും അന്വേഷിക്കാനാണ് മേയറുടെ പുതിയ തീരുമാനം. ഇതിൽ പലതും വിരൽ ചൂണ്ടപ്പെടുന്നത് മുൻ മേയർ ആര്യ രാജേന്ദ്രനിലേക്കാണ്. പല കേസുകളിലും മുൻ മേയർ പ്രതിയാകുമെന്നാണ് അറിവ്. ഈ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മുൻ മേയറെ മറ്റൊരു കേസിൽ പ്രതി ചേർക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഏറെ വിവാദമായ KSRTC ജീവനക്കാരനുമായുള്ള കേസാണ് ഇതിനാധാരം. KSRTC ഡ്രൈവറായ യദു മുൻ മേയറെയും ബന്ധുവിനെയും സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ ആക്ഷേപിച്ചെന്ന് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും നൽകിയ കേസിനോടൊപ്പം ഡ്രൈവറായ യദു അവർക്കെതിരെയും ഒരു കേസ് നൽകിയിരുന്നു. 2 പ്രതികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത്. തൃശൂരിൽ നിന്ന് ഓടിവന്ന KSRTC ബസ്സിനെ പാതിരാത്രിയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് തടയുകയും ബസ്സിനുള്ളിൽ കയറി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നായിരുന്നു ഡ്രൈവർ യദു നൽകിയ പരാതിയിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് മേയറുടെ കാർ ഓടിച്ചിരുന്ന 3-ാം പ്രതിയെ ഒഴിച്ച് മറ്റുള്ളവരെയെല്ലാം പോലീസ് കുറ്റവിമുക്തരാക്കിയിരുന്നു. സീബ്ര ലൈനിൽ കാർ നിർത്തിയെന്നൊരു പെറ്റി കേസ് മാത്രമായിരുന്നു ഡ്രൈവറുടെ മേലും ചുമത്തിയിരുന്നത്. ഇതിനെതിരെ യദു കോടതിയെ സമീപിച്ചപ്പോഴാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും അടക്കം എല്ലാ പ്രതികളെയും വീണ്ടും കേസിൽ ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അധികാരിവർഗത്തിന്റെ പിൻബലത്തിൽ സാധാരണ ജനത്തിന് നീതി നിഷേധിക്കുന്ന പോലീസിനെതിരെയുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു ഇത്. നിലവിലെ അവസ്ഥയിൽ കേസ് മുറുകുമെന്നും ആര്യ രാജേന്ദ്രൻ കുടുങ്ങുമെന്നുമാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ആര്യ രാജേന്ദ്രനെ മാത്രമല്ല സച്ചിൻ ദേവ് MLA-യും ഇത് ബാധിക്കാനാണിട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിലെ മേയർ അതിന്റെ ചില സൂചനകളും നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ ഭരണകാലത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനുവദിച്ച കോടികളുടെ ഫണ്ട് മാർഗരേഖയ്ക്ക് വിരുദ്ധമായി വഴിവിട്ട് ചിലവാക്കിയതിനെ പറ്റി അന്വേഷിച്ച് ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് VV രാജേഷ് ഇതിനകം പ്രസ്താവിച്ചു കഴിഞ്ഞു. കോർപ്പറേഷൻ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൊടിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഗോപന്റെ ആരോപണം. ഈ കേസ് വിജിലൻസിന് വിടാനാണ് ഇപ്പോഴുള്ള തീരുമാനം.
കഴിഞ്ഞ ഭരണകാലത്ത് വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയ ST/SC ഫണ്ട് വെട്ടിപ്പിനെ പറ്റി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. കോവിഡ് കാലത്ത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനത്തിനായി ചെലവിട്ട കോടികൾ പോലെയുള്ള നിരവധി അഴിമതികളെ പറ്റിയുള്ള അന്വേഷണങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്ന 500-ന് മേൽ നിയമനങ്ങൾ പുനഃപരിശോധന നടത്താനും കൗൺസിൽ തീരുമാനിക്കുമെന്നാണ് അറിവ്. ഇവയൊക്കെ ഉദ്യോഗസ്ഥരോ ആര്യ രാജേന്ദ്രനെ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കളോ ചെയ്താലും പ്രതിയാക്കപ്പെടുക ആര്യ രാജേന്ദ്രനായിരിക്കും. മെറിറ്റ് അനുസരിച്ച് വിജിലൻസിലും പോലീസിലും പരാതി നൽകാനാണ് BJPയുടെ നീക്കം. സംസ്ഥാന ഭരണം അടുത്ത തവണ CPMന് ലഭിച്ചില്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം ചേർന്ന് ആര്യ രാജേന്ദ്രനെ വലയ്ക്കാനാണിട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.